പ്രായം ഒട്ടും ബാധിക്കാത്ത, പ്രായത്തെ ഓരോ ദിവസവും തോൽപ്പിക്കുന്ന ഒരാൾ ഞങ്ങളുടെ മാതൃഭൂമി കുടുംബത്തിലുമുണ്ട്. സുരേന്ദ്രൻ മാഷ് ഇവിടെ ചിറ്റൂരിലെ ലേഖകനാണ്. അദ്ദേഹം രാവിലെ തന്നെ ജോലിക്ക് വന്നിട്ടുണ്ട്. മാഷ് ഒന്ന് കാണാം. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാഷെ കുറിച്ച് അറിയാനാവുന്നുണ്ട്. സാധാരണ ഞങ്ങൾ ഇവിടെ ഒരാറ് വാർത്ത അന്വേഷിക്കാറുണ്ട്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് മാഷാണ് ഞങ്ങളുടെ വാർത്ത. അത് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നിട്ട് ഒരു ചായ കുടിക്കും, മധുരമില്ലാത്ത ചായ. അത് കഴിഞ്ഞ് 7:15 ഒരു 3 അണ്ടിപ്പരിപ്പ്, 2 ബദാം, 2 തേനീച്ചപ്പഴം, ഒരു നേന്ത്രപ്പഴവും ഒരു ഗ്ലാസ് ഹോർലിക്സും കഴിക്കും. ഉച്ചയ്ക്ക് 3 സ്പൂൺ ചോറ് അതിവിടെ കൊണ്ടുവരും. രാത്രി ഒരു ദോശ, ഒരു ഗ്ലാസ് പച്ചവെള്ളം, ചൂടുവെള്ളം. 9 മണിക്ക് വരും, 8 മണിക്ക് പോകും. അത് ഞാൻ നടന്നു തന്നെ പോവുള്ളൂ. അവിടെ നിന്ന് ബസ്സിൽ പോവും. NSSുമായിട്ട് ഞാൻ വളരെ കുറച്ചിലേ ബന്ധമാണ്. പിന്നെ മൂപ്പിലായിട്ടുള്ള ബന്ധങ്ങൾ എന്നെ വലിയ ഇഷ്ടമാണ്. മൂപ്പിലൂടെ ഇവരോട് കത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ എന്താ ഒരു കത്ത് ഞാൻ ആരോ ഇങ്ങനെ ചിഹ്നിച്ചെതിരി കിടക്കുന്നു. മന്ദത്തോപ്പൻ എൻ്റെ പഴയ കയ്യക്ഷ ഒരു കത്തിൻ്റെയാണ്. സ്വഭാവം നല്ലതോ ചീത്തയോ ആളുകളായിട്ട് ബന്ധപ്പെടാനോ ഒരു താല്പര്യമുള്ള ആളാണ്. അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഞാൻ നോക്കാറില്ല. അത് ദുർവിനിയോഗം ചെയ്യാറോ ശുപാർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വിമോചന സമരത്തിന് ഞാനിങ്ങനെ ഈ മുദ്രാവാക്യമൊക്കെ വിളിച്ചപ്പോൾ അന്ന് ഞാൻ NSSൻ്റെ സ്പെഷ്യൽ ഓഫീസറാണല്ലോ. വിളിച്ചപ്പോൾ കരുണാകരൻ ചോദിച്ചു, ഈ ചെറുപ്പക്കാരൻ ഏതാ? അവരോട് ചോദിച്ചു. വേറെ ധർമ്മരാജ്, അപ്പോഴാണ് NSS. അന്നോട്ട് കരുണാകരനായിട്ട് വലിയ അടുപ്പമാണ്, വളരെ അടുപ്പമായിരുന്നു. നമ്മുടെ ഈ അടുപ്പം എന്ന് പറഞ്ഞാൽ ആ അടുപ്പം കുറെ കഴിയുമ്പോൾ അകലും. എങ്കിലും ആ ബന്ധങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു പുതുക്കൽ ഒക്കെയാണ്, അതല്ലാണ്ട് ഒരു ഇല്ല. ഒരു 30 വയസ്സ് 35 വയസ്സിൻ്റെ ഒരു തൻ്റെയോടും ഒരു വയസ്സാണെന്നൊരു തോന്നില്ല. അവരെ പട്ടികപ്പെട്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. അത് കാരണം അതിന് വേറെ പകുതി നരച്ചതാണ്. പകുതിയെ നരച്ചുള്ളൂ. പാതി നരയെന്നുകൊണ്ട് ഒരു പേര് വേണ്ട. അത് കാരണം മുഴുവനായിക്കോട്ടെ. പിന്നെ ഞാനിപ്പോൾ തൽക്കാലം ഇത് ഒരുമാതിരിയൊക്കെ ഇതിൽ ഫോണിൽ ചെയ്യാൻ ഏകദേശമൊക്കെ പഠിച്ചു. മോളാദ്യം കാണിച്ചൊന്നു, പിന്നെ ഞാൻ കുറേ സർക്കുലേഷനിൽ ചിലപ്പോൾ ആ കുട്ടികൾ വരുമ്പോഴൊക്കെ ചോദിക്കും. പിന്നെ എന്നെ സഹായിക്കും ഇവരൊക്കെ, നമ്മുടെ കൂടെ കൂടെ സഹായിക്കും. വീഴ്ച വരുത്താറില്ല. ഞാനൊരു ആധുനിക രീതിയിലുള്ള യന്ത്രപരമായിട്ട് ഇങ്ങനെ ആധുനിക രീതിയിലില്ലെങ്കിലും മറ്റുള്ളവരുടെ പിന്നിലല്ല മുമ്പിലുമല്ല, ഞാൻ അവരുടെ ഒപ്പം തന്നെ ഉണ്ട്. 7 പതിറ്റാണ്ട് കഴിഞ്ഞു മാഷിൻ്റെ വാർത്താ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു തിരക്കുള്ള വാർത്താ ദിവസമാണ്. മാഷ്ക്ക് ഏതായാലും മാസ്റ്റർ ജോലി ചെയ്യണം, നമുക്ക് നമ്മുടെ ജോലി. മാൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.